നമസ്കാരം, ഞാൻ ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കുവൈറ്റിലെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്ന് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഗ്. റമദാൻ മാസത്തിലെ ആദ്യ 2 ദിവസങ്ങളിൽ അമീർ, കിരീടാവകാശി, സബാഗ് കുടുംബത്തിലെ പ്രമുഖാംഗങ്ങൾ എന്നിവർ ബയാൻ പാലസിലെ കുടുംബ മജ്ലിസിൽ അഭ്യുദയകാംക്ഷികളുമായി സംസാരിക്കും. വൈകിട്ട് 7:30 മുതൽ ഇതിനുള്ള സമയം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് അമീർ ദിവാൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ കുവൈറ്റ് ദേശീയ ദിനവും വിമോചന ദിനവും ആഘോഷിച്ചു. ജനറൽ സെക്രട്ടറി ഷൈജിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങ് നോർക്ക ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ PLCയുടെ പ്രവർത്തനങ്ങൾക്ക് കുവൈറ്റ് അധികാരികളിൽ നിന്നും അഭിഭാഷകരിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾക്ക് നന്ദി പറയുകയും കുവൈറ്റ് ജനതയുടെ ആഘോഷങ്ങൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. വേൾഡ് KMCCയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ പാണ്ടികശാല ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്രയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ VP മുസ്തഫ സ്വാഗതവും VP അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടിന് 20 ലക്ഷം രൂപ ചെലവിടും. ദുരന്തബാധിതർക്ക് 7 സെന്റ് ഭൂമിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രമാകും ആദ്യ വീട് നിർമ്മിക്കുക. മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ എതിർപ്പുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. 10 സെന്റ് സ്ഥലം വേണമെന്ന് ആക്ഷൻ കൗൺസിലും T സിദ്ദിഖ് MLAയും ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിന് വേണ്ടി എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമാകും ആദ്യം ഏറ്റെടുക്കുക. ഒരു വീടിന് 20 ലക്ഷം ചെലവ് നിശ്ചയിച്ചു. 7 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിക്കുന്നത്. ദുരന്തമേഖലയിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ച് ഫേസ് 2B ലിസ്റ്റ് തയ്യാറാക്കും. ഇതിനായി വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകും. ഭൂമി പതിച്ചു നൽകുന്നതിന് ഗുണഭോക്താവിന്റെ വരുമാന പരിധി കണക്കാക്കില്ല. 12 വർഷത്തേക്ക് അന്യാധീനപ്പെടുത്താൻ പാടില്ല. റെസിഡൻഷ്യൽ യൂണിറ്റും വീടും ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും പേരിലായിരിക്കും. ദുരന്തബാധിതർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള 300 രൂപ ബത്ത തുടർന്നു പോരാനും തീരുമാനമുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സപ്ലൈകോ വഴി മാസം 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന കൂപ്പൺ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എന്നാൽ 10 സെന്റ് ഭൂമി തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ അനാസ്ഥയെന്നാരോപിച്ച് T സിദ്ദിഖ് MLAയുടെ ഉപവാസ സമരം പുരോഗമിക്കുകയാണ്. ദുരന്തബാധിതരോട് സർക്കാർ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നതെന്ന് T സിദ്ദിഖ് MLA ചോദിച്ചു. കേന്ദ്ര സർക്കാർ ഒരു ജന്മിയുടെ സ്വഭാവത്തോടുകൂടി കേരളത്തിലെ ഈ ദുരന്തബാധിതർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേരള സർക്കാർ സ്വീകരിക്കുന്നത് ജനം കൊടുത്ത പണം പോലും അതിൻ്റെ മേലെ അടയിരിക്കുകയല്ലാതെ അത് മാന്യമായി കൊടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ മറ്റൊരു ദുരന്തമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നാളെ UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് വളയൽ സമരവുമുണ്ട്. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. കോൺഗ്രസിൽ വിവാദങ്ങളും അതൃപ്തികളും തുടരുന്നതിനിടെ ഹൈക്കമാൻഡ് വിളിച്ച നിർണായക യോഗം നാളെ ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പാണ് മുഖ്യ അജണ്ടയെങ്കിലും നിലവിലെ വിവാദങ്ങളും ചർച്ചയാകും. നാളെ യോഗം ചേരാനിരിക്കെ ദ ഇന്ത്യൻ എക്സ്പ്രസ് തന്റെ അഭിമുഖം വളച്ചൊടിച്ചെന്ന് ഡോക്ടർ ശശി തരൂർ MP എക്സിൽ കുറിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദങ്ങളും പരസ്പരം പഴിചാരലുകളും അവസാനിപ്പിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ ഐക്യം തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ്. തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ടയെങ്കിലും നേതൃമാറ്റവും നിലവിലെ വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. KPCC അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരൻ തുടരുമോ എന്നും തീരുമാനമുണ്ടാകും. മാറ്റമുണ്ടായാൽ K സുധാകരന് പകരം അടൂർ പ്രകാശിനോ ബെന്നി ബെഹനാനോ ആണ് സാധ്യത. നേതൃമാറ്റമുണ്ടായാൽ 10 DCC പ്രസിഡന്റുമാർക്ക് കൂടി മാറ്റമുണ്ടാകും. അങ്ങനെയെങ്കിൽ മാറ്റങ്ങൾ ഏപ്രിലിന് മുൻപ് തന്നെ നടപ്പായേക്കും. അതേസമയം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചേക്കും. നാളെ നിർണായക യോഗം ചേരാനിരിക്കെ അഭിമുഖം നൽകിയ ദി ഇന്ത്യൻ എക്സ്പ്രസിനെ വിമർശിച്ച് ഡോക്ടർ ശശി തരൂർ രംഗത്തെത്തി. കേരളത്തിൽ നേതൃപ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തന്റെ അഭിമുഖം വളച്ചൊടിച്ചു. നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞു, ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടോ? ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഒന്ന് ശ്രദ്ധയോട് കേൾക്കൂ. ഇന്ദിരാഭവനിൽ നാളെ വൈകിട്ട് 4 മണിക്കാണ് യോഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള MPമാരും യോഗത്തിൽ പങ്കെടുത്തേക്കും.
തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പടലപ്പിണക്കങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. സമവായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ ചേരുന്ന യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. വിനീത VG 24 ഡൽഹി. KPCC നേതൃമാറ്റം തള്ളി കോൺഗ്രസ് നേതാക്കൾ. നേതൃമാറ്റം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായി K മുരളീധരൻ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ശശി തരൂർ KPCC പുനഃസംഘടന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രതിസന്ധിയുടെ പടുകുഴിയിലാണ് കോൺഗ്രസ്. ഒടുവിൽ പ്രതിരോധിക്കാൻ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരൻ പുറത്തേക്കെന്ന വാർത്ത തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒരു ചർച്ചയും KPCC പ്രസിഡന്റ് മാറ്റുമായിട്ട് ഞാൻ ഇന്നലെ ചാനലിലാണ് ഞാൻ അറിയണ്ടേ അങ്ങനെ ഒരു ചർച്ച നടക്കണ്ടേ? ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെടുക്കും. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. KPCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും പിന്തുണക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ KPCC പ്രസിഡന്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. എന്നാൽ തലസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിൽ അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളതാണ്. പ്രത്യക്ഷത്തിൽ K സുധാകരന് പിന്തുണ നൽകിയായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും വാർഡ് തലത്തിൽ കുടുംബസംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല ജനപങ്കാളിത്തമുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പ്രതികരിച്ചു. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDF-ൽ ചർച്ച ചെയ്യാറില്ലെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. 24 കൊച്ചി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ കുടിശ്ശിക പൂർണ്ണമായും അനുവദിച്ച് സർക്കാർ. സമരം വിജയമെന്നും ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാ വർക്കേഴ്സ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി സർക്കാർ അനുവദിച്ചത്. നാഷണൽ ഹെൽത്ത് മിഷനാണ് ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ചത്. ഇതോടെ 3 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായി നൽകി. ഓണറേറിയം ലഭിച്ചതിൽ സന്തോഷമെന്നും സമരം നിർത്തണമെങ്കിൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്നും സമരക്കാർ. അയ്യോ, സമരം ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങൾക്ക് സമരം ചെയ്തതിന് പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് പിരിച്ചുവിടൽ ആനുകൂല്യം ഞങ്ങൾക്ക് തരുക. മറ്റൊന്നുള്ളത് പെൻഷനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക. അത് 21,000 രൂപ ആക്കുക. സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെന്റീവ്സിന്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെന്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സമരരീതിയെ ആശാ വർക്കേഴ്സ് തള്ളി. സമരത്തിന്റെ പേരിൽ ആരെങ്കിലും അതിനെ സമരത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി അക്രമം നടത്തിയത് ഞങ്ങൾക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞങ്ങൾ അക്കൗണ്ടബിൾ അല്ല ആ വിഷയത്തിൽ. അല്ല, അക്രമത്തോടെ ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ 18 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നത് അക്രമം നടത്താനായിരുന്നേ വളരെ വൈകാരികമായ തലത്തിലാണ് ഞങ്ങളിരുന്നത്. പക്ഷേ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അക്രമം നടത്തില്ല, ഒരു തരത്തിലുമുള്ള നിയമലംഘനം നടത്തില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയർന്നു. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് ബദൽ സമരവുമായി CITU. കേന്ദ്ര അവഗണന ഉയർത്തി കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലും CITU പ്രതിഷേധം നടത്തി. ചെറിയൻകീഴിൽ ആശാ വർക്കേഴ്സിന്റെ CITU നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അതിശക്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് ബദൽ സമരവുമായി CITU രംഗത്തെത്തുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടതെന്നാണ് CITU നിലപാട്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം CITUവിന്റെ സമരത്തിന് പിന്നിലുണ്ട്. കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലുമാണ് ബദൽ സമരം തുടങ്ങിയത്.
തിരുവനന്തപുരത്ത് AG's ഓഫീസിന് മുന്നിൽ നാളെ സമരം നടത്തും. അതിനിടെ തിരുവനന്തപുരം ചിറയിൻകീഴ് ആശാ വർക്കേഴ്സിനെ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. CITU പ്രാദേശിക നേതാവിൻ്റെതാണ് ഭീഷണി. ഈ ഭീഷണി സംസ്ഥാന തലത്തിലുണ്ട്. ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാർ. കാരണം വീടുകൾ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും സമരത്തിന് പോകാൻ പാടില്ല, തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി കളയും, ഇതാണ് അവർ പറയുന്നത്. ആരോപണം നിഷേധിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഞാൻ CITUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണല്ലോ. ആ ആരോപണം ഞാൻ നിഷേധിക്കാം. CITUവിന് അങ്ങനെ ഒരു നിലപാടില്ല. അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. തൊഴിലാളിയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടിന്റെ പക്ഷത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണച്ച് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ഒന്നുകൂടി ശക്തമാക്കാനാണ് തീരുമാനം. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന 3-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ വിവാദം. മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം വ്യക്തമാക്കി. ജീവിച്ചിരുന്ന കാലത്ത് P. രാജുവിന് പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് സഹോദരി ഭർത്താവ് ഗോവിന്ദകുമാർ ആരോപിച്ചു. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ P. രാജുവിനെതിരെ വ്യക്തിഹത്യ നടത്തിയെന്ന് KE ഇസ്മയിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് P. രാജുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് P. രാജുവിനെ നേരത്തെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. എന്നാൽ പിന്നീട് നടപടി ലഘൂകരിക്കണമെന്ന് കൺട്രോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി നേതൃത്വം വഴങ്ങിയില്ല. രാജുവിന്റെ ആരോഗ്യനില മോശമാകാനും ഇത്ര പെട്ടെന്ന് മരിക്കാനും കാരണം പാർട്ടി നടപടിയാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. എവിടുന്നോ ആരെങ്കിലൊക്കെ വന്നിട്ട് അത്രയും കാലം ഉപദ്രവിച്ച ആൾക്കാർ പുള്ളി ഇപ്പോൾ മരിക്കാനായിട്ടുള്ള മാനസികമായ വിഷമത്തിന് കാരണമായ ആൾക്കാർ ഒന്നൊന്നും അല്ലാതെ ഞാൻ പറയുന്നത് അവർ കാരണം മരിച്ചു എന്നല്ല പറയുന്നത്. കാരണം സമയമായാൽ മരിക്കാണ്ടിരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിന് കാരണക്കാരായവർ ഒരു സാധനം പൊക്കി പിടിച്ചിങ്ങോട്ട് വരരുത്. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് P. രാജു മരിച്ചത്. മൃതദേഹം നാളെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു CPI നേതൃത്വം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കുടുംബത്തിന്റെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം ഉപേക്ഷിച്ചു. ഈ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം പറഞ്ഞതൊക്കെ പറയുന്നു. അവർ തടഞ്ഞൊരാള് പിന്നെ എന്തിനാ അവർ ഇതിന്റെ പിന്നാലെ നടക്കണേ? അപ്പോൾ അതിൽ വേറെ ഉദ്ദേശമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ തഴഞ്ഞ് അവർക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ തരം താഴ്ത്തിയ ഒരാളുടെ പിന്നാലെ ഇവരൊക്കെ നടക്കണതിനാന്നേ. P. രാജുവിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ ചിലർ ശ്രമിച്ചെന്ന് മുതിർന്ന നേതാവ് KE ഇസ്മായിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മൃതദേഹം നാളെ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വീട്ടുവളപ്പിലാണ് സംസ്കാരം. 24 കൊച്ചി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചികിത്സയിലുള്ള മാതാവ് ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയില്ല. പ്രതി അഫ്വാൻ ലഹരിക്ക് അടിമയല്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതോടെയാണ് പാങ്ങോട് പോലീസ് അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രാഥമിക മൊഴിയും രേഖപ്പെടുത്തി. അഫ്വാന്റെ രക്തപരിശോധനാ ഫലമടക്കം പോലീസിന് ഡോക്ടേഴ്സ് കൈമാറി. മദ്യമല്ലാതെ മറ്റൊരു ലഹരിയും കൊലപാതക ദിവസം അഫ്വാൻ ഉപയോഗിച്ചിട്ടില്ല. പ്രതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന ആരോപണങ്ങളും പോലീസ് നിഷേധിച്ചു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ റിമാൻഡ് ചെയ്തു. 2 ദിവസം കൂടി മെഡിക്കൽ കോളേജ് പ്രത്യേക സെല്ലിൽ തുടരും. അതിനുശേഷമാകും കസ്റ്റഡിയിൽ വാങ്ങുക. മറ്റു കേസുകളിലെ അറസ്റ്റും തെളിവെടുപ്പും അതിനുശേഷമാകും. അഫ്വാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തിയെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ മടങ്ങി. ആരോഗ്യനിലയിൽ പുരോഗതി വന്ന ശേഷം മൊഴിയെടുക്കും. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തൽ. ഷമിയുടെയും അഫ്വാന്റെയും മൊഴി വിശദമായി എടുക്കുന്നതിലൂടെ കൂട്ടക്കൊല സംബന്ധിച്ച ദുരൂഹത പൂർണ്ണമായും നീക്കാനാകുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. അയാളെ പാങ്ങോട് CI പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ സാമ്പത്തികമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനിടെ ഫർസാനയുടെ കൊലപാതകത്തിന് തൊട്ട് മുമ്പത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നും പേരുമലയിലേക്ക് ഇടവഴിയിലൂടെ വരുന്നതും പിന്നാലെ അഫ്വാൻ ബൈക്കിൽ പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. 24 തിരുവനന്തപുരം. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കേസ്. കുടിവെള്ളം എടുക്കാൻ പോയ സഹതടവുകാരിയായ വിദേശ വനിതയെ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത് വിവാദമായിരുന്നു. ഭാസ്കര കാരണവർ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷെറിൻ കണ്ണൂർ വനിതാ ജയിലിലാണ് കഴിയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. നൈജീരിയൻ പൗരയായ തടവുകാരി കുടിവെള്ളമെടുക്കാൻ പോയപ്പോൾ ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷബ്നയും ചേർന്ന് മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. മർദ്ദനമേറ്റ തടവുകാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കണ്ണൂർ ടൗൺ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ
അസാധാരണ വേഗത്തിൽ സർക്കാർ തീരുമാനമെടുത്തത് വിവാദമായിരുന്നു. ജയിലിലെ നല്ല നടപ്പും മാനസാന്തരവും നിയമപരമായ അർഹതയും പരിഗണിച്ചാണ് ജയിൽ മോചനത്തിന് ശുപാർശ നൽകിയതെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം തന്നെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. മന്ത്രിസഭാ ശുപാർശ ഗവർണറുടെ പരിഗണനയിലാണ്. ഷെറിന് ശിക്ഷാ കാലയളവിലും മോചന ശുപാർശയിലും രാഷ്ട്രീയ ഉന്നതരുടെ സഹായം കിട്ടിയെന്നാണ് ആരോപണം. ഇതിനിടെയാണ് പുതിയ കേസ്. 24 കണ്ണൂർ. ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് വനം വകുപ്പിന്റെ പച്ചക്കൊടി. വനഭൂമി വിട്ടു നൽകുന്നതിൽ വനം വകുപ്പ് വൈൽഡ് ലൈഫ് ബോർഡിന്റെ ശുപാർശ തേടി. അന്തിമാനുമതി തേടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് വൈൽഡ് ലൈഫ് ബോർഡ് കത്ത് നൽകും. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക് വരെ 2.7 കിലോമീറ്ററാണ് റോപ്പ് വേയുടെ നീളം. വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായി. ജാമ്യം അനുവദിച്ചാൽ തെറ്റായ സന്ദേശം സമൂഹത്തിന് ലഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ ജാമ്യം പ്രതിയുടെ അവകാശമാണെന്ന് പ്രതിഭാഗം വാദിച്ചു. PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഈരാറ്റുപേട്ട കോടതിയിൽ നടന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. 75 വയസ്സുള്ള PCക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നുമായിരുന്നു പ്രധാനമായും പറഞ്ഞത്. തെളിവെടുപ്പടക്കം പോലീസ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യം. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർത്തു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച പ്രതി തെറ്റുകൾ ആവർത്തിക്കുകയാണ്. ജാമ്യം അനുവദിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ. PCയെ 1 ദിവസമെങ്കിലും ജയിലിൽ കിടത്തണമെന്ന് പരാതിക്കാരന്റെ അഭിഭാഷകനും വാദിച്ചു. ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് കേസുകൾ പതിവാണെന്ന് പ്രതിഭാഗത്തിന്റെ മറുപടി. വിശദമായ വാദം കേട്ട കോടതി കേസ് വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. കീഴടങ്ങിയതിന് പിന്നാലെ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. കൂടാതെ മുൻകൂർ ജാമ്യാപേക്ഷ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും തള്ളിയതാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന PC ജോർജിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇരുവരെയും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അടുത്തയാഴ്ച കോടതി ഹർജി പരിഗണിക്കും വരെ പോലീസ് സംരക്ഷണം കൊടുക്കണം. മുഹമ്മദ് ഗാലിബിനെതിരെ അറസ്റ്റ് വാറന്റുമായി ജാർഖണ്ഡിൽ നിന്നും പോലീസ് എത്തിയിരുന്നു. ആശ്വാസമുള്ള വിധിയെന്ന് ആശാവർമ്മയും മുഹമ്മദ് ഗാലിബും പ്രതികരിച്ചു. ആശാവർമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ മുഹമ്മദ് ഗാലിബിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് CS ഡയസ് ആണ് ഉത്തരവിറക്കിയത്. ദമ്പതികൾക്ക് വേണ്ടി അഭിഭാഷകൻ ശ്രാവൺ ഹാജരായി. ഇരുവർക്കും പോലീസ് സംരക്ഷണം നൽകാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും കായംകുളം SHOയ്ക്കും കോടതി നിർദ്ദേശം നൽകി. അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. ഇതോടെ മുഹമ്മദ് ഗാലിബിനായി അറസ്റ്റ് വാറണ്ടുമായി കായംകുളത്തെത്തിയ ജാർഖണ്ഡ് രാജറപ്പ പോലീസിന് തിരികെ പോകേണ്ടി വരും. മുഹമ്മദ് ഗാലിബിനൊപ്പം എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് ആശാവർമ്മ മൊഴി നൽകിയിരുന്നു. ഫസ്റ്റ് കിഡ്നാപ്പിംഗ് സമയം എന്ന് പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടിയെ കൊണ്ടുപോയാൽ മതി ഒരു സ്റ്റാൻഡ് ആദ്യം എടുത്തിരുന്നു പോലീസ്. പക്ഷെ അപ്പോഴാണ് പെൺകുട്ടിയോട് തന്നെ ചോദിക്കുന്നത്. കാരണം ആ പെൺകുട്ടിയെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോകാൻ തയ്യാറല്ല എന്നും ഇവിടെ കിഡ്നാപ്പ് എല്ലാന്നോടുകൂടി പിന്നെ അത് കഴിഞ്ഞു. ആശാവർമ്മയ്ക്കും മുഹമ്മദ് ഗാലിബിനും പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ. ആ വിഷയത്തിൽ ഒരു കാരണവശാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടക്കരുത് എന്നുള്ള നിലപാടാണ് DYFI. കേരളത്തിനകത്ത് ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും DYFI നൽകിക്കൊടുക്കും. കേരളത്തിലെത്തിയ ആശാവർമ്മയും മുഹമ്മദ് ഗാലിബും കഴിഞ്ഞ ഫെബ്രുവരി 11 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായത്. 24 ആലപ്പുഴ. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ UDFനൊപ്പം നിന്ന CPIM അംഗം നുസബിയുടെ ഭർത്താവിന്റെ കട CPIM പ്രവർത്തകർ അടിച്ചു തകർത്തതായി പരാതി. സുധീർ പുന്നപ്പാലയുടെ ഓൺലൈൻ സേവന കടയാണ് തകർത്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടയിലെത്തിയ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെട്ട 5 അംഗ സംഘം കട അടിച്ചു തകർത്ത് ഷട്ടറിട്ട് പൂട്ടി എന്നാണ് സുധീർ SPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. സുധീറിനെ CPIM നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ശോഭിക വെഡ്ഡിംഗ് മാളിന്റെ പുതിയ ഷോറൂം മലപ്പുറം എടപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളും മാളികപ്പുറം മുൻ മേൽശാന്തി മനോജ് എംബ്രാന്തിരിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബ്രൈഡൽ ഫാഷൻ, ഫോർമൽസ്, കാഷ്വൽസ്, പാർട്ടി വെയർ തുടങ്ങിയ വസ്ത്രങ്ങളുടെയും പാദരക്ഷകൾ, കോസ്മെറ്റിക്സ്, ആക്സസറീസ് എന്നിവയുടെയും വൈവിധ്യമാർന്ന ശേഖരവുമായാണ് ശോഭിക വെഡ്ഡിംഗ്സ് എടപ്പാളിൽ എത്തുന്നത് എന്ന് ശോഭിക വെഡ്ഡിംഗ്സ് ഡയറക്ടർ ഫൈസൽ കല്ലിൽ പറഞ്ഞു. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത,
തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട അഫാന്റെ പിതാവ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. സൗദിയിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. സുബൈറുദ്ദീനൂർ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോണിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ സുബൈറുദ്ദീനൂർ? ഉന്മേഷ്, തികച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നലെയാണ് ഇതിന്റെ ഫൈനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ 12:10 സൗദി സമയം 12:10 ദമാമിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം പുറപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലാണുള്ളത്. എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹം വിമാനത്താവളത്തിന്റെ അകത്തേക്ക് പോയിരിക്കുന്നു. 12:10 കൂടിയിട്ട് ദമാമിൽ നിന്നും പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ ഇക്കാമ കാലാവധി കഴിഞ്ഞത് മൂലമുണ്ടായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ദമാമിലെ സാമൂഹ്യ പ്രവർത്തകർ ഒന്നടങ്കം, വിശിഷ്യ ഇവിടുത്തെ നോർക്ക പ്രതിനിധി കൂടിയായ നാസ് വക്കത്തിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഇത്രയും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞത് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും നാളെ രാവിലെ 7:15 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നമുക്കറിയുന്നത്. മാത്രമല്ല നോർക്കയുടെ പ്രതിനിധികൾ കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി തിരുവനന്തപുരം വിമാനത്തിൽ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പ്രവാസികൾ ഏറെ കാത്തിരുന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നുള്ള പ്രവാസികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു വലിയ ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. ശരി, സുബൈറുദ്ദീനൂറാണ് ദമാമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്.